ഓം അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. ഇന്ന് നമ്മൾ പഠിക്കേണ്ട ശ്ലോകം ഇതാണ്. അതായത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 36-ാമത്തെ ശ്ലോകം ആണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയാം 41 ശ്ലോകം ഈ അധ്യായമുള്ളൂ, തീരാറായി. ഈ ഇതില് തെറ്റാൻ സാധ്യതയുള്ള ഭാഗം സന്തരിഷ്യസി, അതാണ്. അത് പലപ്പോഴും ക്ഷസി എന്ന് പറയുന്നു. സന്തരിഷ്യസി രീ വരൂ, അതിന് പകരം രീഷ്യ എന്ന് തന്നെ വരണം. ബാക്കി തെറ്റൊന്നും വരില്ല. ഇതിന്റെ അർത്ഥം, സാധാരണ അർത്ഥം പറയുന്നത്, വാക്യാർത്ഥം സർവേഭ്യ പാപേഭ്യ പാപകൃത്തമ. പാപം ചെയ്ത വ്യക്തികളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ചെയ്ത വ്യക്തി അസി ചേത് അപി, ആണെന്നിരിക്കലും സർവം വൃജിനം, സർവപാപങ്ങളെയും പാപമാകുന്ന സമുദ്രത്തെ ജ്ഞാനപ്ലവേന ഏവ, ജ്ഞാനമാകുന്ന തോണി കൊണ്ട് തന്നെ സന്തിരിഷ്യസി, നീ തരണം ചെയ്യും. ഇതാണ് ഈ ഇതിന്റെ വാക്കുകളുടെ അർത്ഥം. എല്ലാവരും നന്നായിട്ട് ചൊല്ലുക. ഞാൻ 2 ശ്ലോകങ്ങളുടെ ഗീതാമാധുര്യം പറയാനുണ്ട്, 35, 36. ഇത് രണ്ടും ഞാനൊന്ന് പറയാം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏത് ജ്ഞാനം ലഭിച്ചാലാണോ പരമമായ ജ്ഞാനത്തെ ലഭിക്കുന്നത്, എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത്, ആ ജ്ഞാനം യോഗികൾക്ക് നിരന്തര പരിശീലനത്തിലൂടെ ലഭിച്ചിരിക്കും. അപ്പോ ഒരു യോഗി എന്ന് പറഞ്ഞാൽ നിരന്തരമായ പരിശീലനമാണ് യോഗിയാക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ യോഗിയ എന്ന് പറഞ്ഞു വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ മുഴുവൻ പഠിച്ച ആളാണ് എന്നൊരാൾ വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊന്നും ശരിയായ വഴക്കങ്ങളല്ല. ഹൈന്ദവ ധർമ്മോ സംസ്കാരമോ ഗ്രന്ഥങ്ങളോ ഒന്നും ഒരാൾക്ക് പൂർണ്ണമായിട്ട് പഠിക്കാൻ സാധ്യമല്ല. പക്ഷേ പഠനത്തെ തന്നെ ജീവിത ശൈലിയാക്കി എടുത്ത ആളുകൾക്ക് പഠിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പരിതസ്ഥിതിക്ക് കൊടുക്കുന്ന പേരാണ് യോഗി എന്ന പേര്. ആ യോഗിക്ക് മാത്രമേ ജ്ഞാനം നേടാൻ സാധിക്കുള്ളൂ. എന്താണ് ആത്മീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആത്മീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭൂതി എന്നാണ് അർത്ഥം. അല്ലേ? നമ്മൾ നല്ലൊരു ദോശയും സാമ്പാറും കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന എന്താ? ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു അനുഭൂതി ഉണ്ടാവും. ഈ അനുഭൂതി നുകരാൻ സാധിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ദാറ്റ് വാസ് സക്സസ് ആവാൻ സാധിക്കും. അതെന്തായിരുന്നാലും ഇപ്പൊ ഗീത പഠിക്കുകയാണ്, അനുഭൂതിയോടുകൂടി പഠിച്ചാൽ ഗീത പഠിക്കാൻ പറ്റും. നല്ല ഭക്ഷണം കഴിക്കുകയാണ്, അനുഭൂതിയോടുകൂടി എനിക്ക് ഇതൊന്നും വേണ്ടപ്പ എന്ന് പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ അതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, കഴിക്കാനോട്ട് തോന്നില്ല. പക്ഷെ ഇവിടെ എന്തിനോടും തോന്നുന്ന അനുഭൂതിയാണ് നമ്മളെ പഠിക്കാനും വളരാനും എന്താ പറയാ ഉയർത്തുന്നത്. എന്നാൽ അത് മാത്രം പോരാ, എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് മീൻസ് അനുഭവം, അത് വേണം. അല്ലെ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പുറമേ നിന്ന് ലഭിക്കുന്നതാണ് അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവവും നല്ലതായിരിക്കും. അല്ലേ? ഒരു ചെറിയ കുട്ടി ചുംബന സമരം എറണാകുളത്ത് നടക്കുന്നത് കണ്ടിട്ട്, അത് കണ്ടിട്ട് ചെന്ന് വീട്ടില് അമ്മയോട് ചോദിച്ചു, നമുക്കും ഇവിടെ ഒരു ചുംബന സമരം നടത്തിയാലോ. അനുഭവമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. പക്ഷെ ആ അമ്മയെയും നല്ല ഒരു കുടുംബത്തെയും, സംശുദ്ധമായ ഒരു കുടുംബത്തെയും കുറിച്ച് ചിന്തിച്ചാൽ അത് ഏറ്റവും വൃത്തികെട്ട കാര്യമാണ്. കാരണം പരസ്യമായിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ട് ഏതൊക്കെയോ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം ചുംബിച്ചിട്ട് പറയാണ്, എന്താ പറയാ, ഞങ്ങളുണ്ട് ഇവിടെ, ഞാരുണ്ട് ഇവിടെ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ട് ഇവിടെ എന്ന് ചോദിക്കുന്നത് തെമ്മാടിത്തം എന്നാണ് പറയുന്നത്. അല്ലാതെ അത് കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന ഒരാൾക്കും കഴിയുന്ന കാര്യമേ അല്ല, നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ അനുഭവം എങ്ങനെയുള്ളതായിരിക്കണം? അത് സംശുദ്ധമായതായിരിക്കണം. അനുഭവം എല്ലാം ഉണ്ടാവും കേട്ടോ, നല്ലതും മോശമൊക്കെ ഉണ്ടാവും. മോശമായതിനെ മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അനുഭൂതി
അനുഭവത്തിലൂടെ നമുക്ക് കിട്ടണം. ഇത് പാശ്ചാത്യ ദർശനത്തിൽ കാണാൻ പോലും കഴിയില്ല. അവര് പഞ്ചേന്ദ്രിയങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. തിന്നണം, ബാക്കി ക്രിയകളൊക്കെ ചെയ്യണം, കാണാണ്ടാത്തതും കൂടെ കാണണം, ഇങ്ങനെയൊക്കെയാണ് അവർ നടക്കുന്നത്. അപ്പോ ഈ പാശ്ചാത്യ ദർശനത്തിന് പഞ്ചേന്ദ്രിയാനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്നതിനെ മാനസിക അനുഭവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഭാരതീയത എന്ന് പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, ഇത് കേൾക്കുന്ന എല്ലാവരും. ഭാരതീയത നശിക്കാതിരിക്കാനുള്ള കാരണം ഈ ആത്മീയ വളർച്ചയാണ്, അല്ലെങ്കിൽ ഈ മാനസിക വളർച്ചയാണ് അതിന്റെ കാരണം. മറ്റു രാഷ്ട്രങ്ങളിൽ ഒന്നുമില്ലാത്ത ഉജ്ജ്വലമായ ഒരു പ്രതിഭാസമാണ് ഇത് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരാംശം. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഈ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനത്തിന് വ്രതമെടുത്തു പോകുന്ന അയ്യപ്പ ഭക്തൻ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ: സ്വാമിയെ കാണണം, സ്വാമിയെ കാണണം, സ്വാമിയെ കാണണം. അല്ലേ? ഇത് മാത്രമാണ് അയാളുടെ മനസ്സിലുള്ള ചിന്ത. ഇതിനപ്പുറത്തേക്ക് അയാളുടെ ചിന്ത പോയി കഴിഞ്ഞാൽ അയാൾ പേട്ടത്തുള്ളതാണ്. എന്തിനാ? ഈ വ്രതം എടുക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം എന്ന് പറഞ്ഞ് ശാരീരികവും മാനസികവുമായി പഞ്ച്വലായതിനു ശേഷം വേണം ശബരിമല കയറാൻ. അപ്പൊ യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് സകല ചരാചരങ്ങളെയും തന്റെ ജീവനിൽ കാണാൻ സാധിക്കും. എന്റെ ആത്മാവിൽ അതിനെ കാണാൻ സാധിക്കും, അതിനെ ദർശിക്കാൻ സാധിക്കും. എല്ലാ ജ്ഞാനത്തെക്കാളും വലുത് സ്വന്തം അനുഭവജ്ഞാനം തന്നെയാണ് എന്ന് പഠിക്കും. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇതൊക്കെയാണ് അതൊക്കെയാണ് എന്ന് നമ്മൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ബോധ്യപ്പെടുത്തലല്ല, മറിച്ച് അതിനെ വളർത്തലാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ഒരു ധർമ്മബോധത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണ്ടേ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചിന്ത എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇത് 36-ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തുമ്പോ എന്താ പറയണേ? വളരെ രസകരമാണ്. 36-ാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോ പറയാണ്, ഭഗവാന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശമാണ് 36-ാമത്തെ ശ്ലോകം. അതാണ് ശ്രദ്ധിക്കണം. എത്ര പാപം ചെയ്തവരായാലും അവർക്ക് എപ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത്? പാപമാണ് ചെയ്തതെന്ന തിരിച്ചറിവ് എപ്പോഴാണ് ലഭിക്കുന്നത്? ആ നിമിഷം മുതൽ സർവപാപങ്ങളിൽ നിന്നും അവൻ അല്ലെങ്കിൽ അവർ മോചിതരാകും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്യാം, അറിയാതെ പാപങ്ങളും തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റാം. അത് തിരുത്തി നേരായ വഴിയിലേക്ക് പോകുന്ന സമയം മുതൽ അയാൾ ജ്ഞാനിയായി എന്നാണ്. തെറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. തെറ്റ് സംഭവിക്കുക എന്നത് ഒരു മനുഷ്യ സഹജമാണ്. ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു പോയി എന്ന് ചിന്തിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ മണ്ടത്തരാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകോത്തര മണ്ടത്തരം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താം. അതിനുള്ള അവസരം നമ്മുടെ നാട്ടിലുണ്ട്. പരിഹാരമായിട്ട് ജീവൻ വെടിക എന്ന സാഹസം പോലും ചെയ്യുന്ന ആളുകൾ ഏതു തരം മണ്ടന്മാരാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് തെറ്റാണെന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചെയ്തു പോയ കർമ്മം പാപമാണെന്ന് തിരിച്ചറിയുന്നതാണ് പാപപരിഹാരത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് അതിൽ പശ്ചാത്തപിക്കുകയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. ഇതാണ് നമുക്ക് വേണ്ട വഴി എന്ന് പറയുന്നത്. പാപം ചെയ്തവരെ പാപികൾ എന്ന് മുദ്ര കുത്തി സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രവണത ശരിയേ അല്ല. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാപികളെ എന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലും ഭാരതീയ ദർശനം അംഗീകരിക്കുന്നില്ല. നമ്മള് ഈ സമൂഹത്തെ പാപികളെ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പറഞ്ഞവൻ തന്നെ ഏറ്റവും വലിയ പാപിയായി മാറും. ഭഗവാൻ പറയുന്നത്, നമ്മൾ എന്തിനും മറ്റുള്ളവരെ പാപികളെ, ദുഷ്ടന്മാരെ എന്നൊക്കെ വിളിക്കണം? നമ്മളെല്ലാവരിലും കാണുന്നത് ദൈവീകതയാണെങ്കിൽ സർവമതസ്ഥരായാലും ജാതീയരായാലും എല്ലാവരിലും നമ്മൾ കാണുന്നത് ആ ദൈവിക ദർശനം തന്നെ കാണാൻ നമ്മൾ പഠിക്കണം എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. നമ്മൾ അതിലേക്ക് എത്തണം. പറങ്ങോടനും സഞ്ജയനും കൂടി കടബാധ്യതയൊക്കെ വന്ന അവസാനം മരിക്കാൻ തീരുമാനിച്ചു.
ഹരിക്കാൻ പോയ സമയത്ത് പറങ്ങോടന്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു, നമുക്ക് റോഡ് സൈഡിലുള്ള നൂലൊക്കെ പെറുക്കി എടുത്തിട്ട് ഒന്ന് ഈ നൂല് കെട്ടിയാൽ അസുഖം മാറും, SSLC പാസ്സാവും എന്നൊക്കെ ഒരു പ്രചരണം കൊടുത്തു നോക്കിയാലോ, ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ എന്ന് പറഞ്ഞു. സഞ്ജയൻ പറഞ്ഞു വേണ്ട, നമുക്കിനി ജീവിക്കണ്ട, മരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പറങ്ങോടൻ സമ്മതിച്ചില്ല. കൊണ്ടുപോയി നൂലൊക്കെ പെറുക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി എല്ലാരും 7 കെട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു, ഈ നൂല് കെട്ടിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അങ്ങനെ 100 കണക്കിന് ആളുകൾ വരികയാണ്. 50 രൂപ നൂലിനും കൊടുത്തു വാങ്ങി. പറങ്ങോടനും സഞ്ജയനും മുതലാളിയായി. ആ സമയത്ത് സഞ്ജയൻ ചോദിക്കാണ്, ഇത് നടന്നില്ലെങ്കിലോ? അപ്പൊ പറങ്ങോടൻ പറയുന്ന മറുപടി, 50 പേര് ഈ നൂല് കെട്ടിയാൽ 25 ആള് പാസ്സാവും, അവര് നമുക്ക് അനുകൂലമായിരിക്കും, മറ്റുള്ളവരെ പ്രതികൂലമാവുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ആളുകളല്ല വേണ്ടത്. പാപം നീങ്ങണമെങ്കിൽ ജ്ഞാനം നേടണം. ഇതാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. നല്ല ജനങ്ങളുമായുള്ള സംസർഗം കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമസ്കാരം. ഗീതൈവ പരമോ ധർമ്മ.